السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل. إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ വിവരണത്തിനിടയിൽ തബൂക്ക് യുദ്ധം വരെയുള്ള സംഭവങ്ങളായിരുന്നു കഴിഞ്ഞുപോയ നമ്മുടെ ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കപ്പെട്ടത്. ഇന്ന് വളരെ പ്രസിദ്ധമായി അറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മഹത്വങ്ങൾ ഈ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുവാൻ കാരണമായി തീർന്ന, ഒട്ടേറെ അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ഒരു പടപ്പുറപ്പാട് അഥവാ തബൂക്ക് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവത്തെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. നാം ഏവരും മനസ്സിലാക്കിയതുപോലെ ഹുനൈൻ യുദ്ധത്തിൻ്റെയും അതുപോലെ തന്നെ ത്വായിഫിലെ യുദ്ധത്തിൻ്റെയും ഒക്കെ ശേഷം ഇസ്ലാമിൻ്റെ മുന്നേറ്റം അറേബ്യൻ ഉപദ്വീപിൽ വളരെ ശക്തമായ നിലക്ക് മുന്നേറുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഏതാണ്ട് ദൂരങ്ങളിൽ താമസിക്കുന്ന റോമക്കാർക്കും അതുപോലെ തന്നെ അറേബ്യൻ ക്രിസ്ത്യാനികൾക്കുമൊക്കെ അവരുടെ മനസ്സിൽ വല്ലാത്ത ഭീതിയും വിഷമവുമുണ്ടായി. എല്ലാ സ്ഥലങ്ങളിലും മുന്നേറ്റം നടത്തിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അധികം താമസിയാതെ നമ്മുടെ കേന്ദ്രങ്ങളിലേക്ക് വരുമെന്ന് കണക്ക് കൂട്ടിയ അറേബ്യൻ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ റോമക്കാരും ഇസ്ലാമിനെ തകർക്കുവാൻ നാം ശക്തമായ നിലക്കുള്ള മുന്നേറ്റങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുകയും അങ്ങനെ റോമക്കാരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ക്രൈസ്തവ സംഘമാണ് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരെ പടനയിക്കുവാൻ വേണ്ടി തബൂക്കിലേക്ക് എത്താൻ തീരുമാനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ നിന്ന് മടങ്ങിയെത്തിയതിന്റെ ശേഷം ഏകദേശം ഒരു 6 മാസക്കാലത്തിന് ശേഷം
ഹിജറ 9-ാമത്തെ വർഷത്തിൽ ഒരു റജബ് മാസത്തിലാണ് തബൂക്കിലേക്ക് പട നയിച്ചത്. തബൂക്ക് എന്ന് പറയുന്ന പ്രദേശം മദീനയുടെയും ഡമസ്കസ് അഥവാ ഇന്നത്തെ സിറിയ, മദീനയുടെയും ഡമസ്കസിന്റെയും ഏതാണ്ട് മധ്യത്തിൽ. മദീനയിൽ നിന്ന് വാഹനമോടിച്ചു പോവുകയാണെങ്കിൽ ഇന്നത്തെ കിലോമീറ്റർ ദൂരം പരിഗണിച്ചാൽ 778 കിലോമീറ്റർ ദൂരമുള്ള പ്രദേശമാണ് തബൂക്ക് എന്ന് പറയുന്ന പ്രദേശം. സിറിയയുടെ അധീനതയിലായിരുന്നു തബൂക്ക്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ സിറിയ അഥവാ അന്ന് ഷാം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ മുഴുവനും റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിൽപ്പെട്ട പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിൽപ്പെട്ട സ്ഥലമായിരുന്നു ഷാമും അതോട് തൊട്ടുകിടക്കുന്ന തബൂക്ക് എന്ന് പറയുന്ന പ്രദേശം. ഈ സ്ഥലത്തേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും ശക്തമായ ഒരു സൈന്യത്തെയും കൊണ്ട് യാത്ര പുറപ്പെടുന്നത്. തബൂക്ക് യുദ്ധത്തിന് ചരിത്രത്തിൽ മറ്റൊരു പേര് കൂടിയുണ്ട്. ഗസ്വത്തുൽ ഉസ്റ എന്നാണ് അതറിയപ്പെടുന്നത്. ഉസ്റത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, വളരെ ഞെരുക്കം എന്നാണ് അർത്ഥം. ഖുർആനിൽ കാണാം, ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. അപ്പൊ ഞെരുക്കത്തിന്റെ യുദ്ധം എന്ന് തബൂക്ക് യുദ്ധത്തിന് മറ്റ് യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞെരുക്കത്തിന്റെ യുദ്ധം, പ്രയാസങ്ങൾ കുമിഞ്ഞുകൂടിയ യുദ്ധം എന്ന പേരിൽ തബൂക്ക് യുദ്ധം ചരിത്രത്തിൽ അറിയപ്പെടുന്നു. എന്താണതിന് കാരണം? തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ആഹ്വാനം ചെയ്ത ആ കാലഘട്ടത്തിൽ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. കഠിനമായ ചൂടുകൊണ്ട് ആളുകൾ വിഷമിച്ചിരുന്ന ഒരു കാലഘട്ടമാണത്. ഒരൽപ്പം തണൽ കിട്ടിയാൽ അവിടെ കയറിയിരിക്കാനും വളരെയേറെ അത്യുഷ്ണം കൊണ്ട് പൊറുതിമുട്ടുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ആഹ്വാനമുണ്ടായ കാലം. മാത്രമല്ല, കഠിനമായ ചൂടുണ്ടെന്ന് മാത്രമല്ല, തബൂക്കിലേക്ക് എത്തണമെങ്കിൽ 778 കിലോമീറ്റർ താണ്ടണം. അതിബഹുദൂരം യാത്ര ചെയ്തിട്ട് വേണം തബൂക്കിലേക്ക് എത്തണമെങ്കിൽ. അതും ഒരു പ്രതികൂല സാഹചര്യമായി. മൂന്നാമത്തത്, ഇത്രയും ആളുകൾക്ക് സഞ്ചരിക്കുവാനുള്ള വാഹനങ്ങൾ വളരെ കുറവായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബിമാരുടെയും കൈകളിൽ. നാലാമത്തത്, വമ്പിച്ച ജലക്ഷാമമുള്ള കാലമായിരുന്നു. വറുതിയും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന സമയമായിരുന്നു. മാത്രമല്ല, സാമ്പത്തികമായി വളരെയേറെ ഞെരുക്കവും ബുദ്ധിമുട്ടുമുണ്ടായിരുന്ന സന്ദർഭമായിരുന്നു. മാത്രമല്ല, അല്പമെങ്കിലും കൃഷിയുള്ള ആളുകളുടെ കൃഷി വിളവെടുപ്പിന്റെ സമയവുമായിരുന്നു. അതുകൊണ്ട് മദീനയിലുള്ള ആളുകളൊന്നും പുറത്തു പോകാൻ ഇഷ്ടപ്പെടാത്ത കാലമാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഞെരുക്കമുള്ള പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് തബൂക്ക് യുദ്ധത്തിന് പോകണം എന്ന ആഹ്വാനം, പുറപ്പെടണം എന്ന കൽപ്പന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നത്. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കാണാം, ബാബു ഗസ്വത്തി തബൂക്ക്, തബൂക്ക് യുദ്ധത്തെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. എന്നിട്ട് മഹാനവറുകൾ അധ്യായത്തിന് പേര് കൊടുത്തത് വഹിയ ഗസ്വത്തുൽ ഉസ്റ, ഇത് ഞെരുക്കത്തിന്റെയും പ്രയാസത്തിന്റെയും യുദ്ധം എന്ന പേരിലാണ് തബൂക്ക് യുദ്ധം അറിയപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ 119-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അല്ലദീന തബഊഹു ഫീ സാഅത്തിൽ ഉസ്റ, ഞെരുക്കത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റുവാൻ തയ്യാറായ ആളുകൾ എന്ന് ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ തയ്യാറായവരെ പുകഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ഖുർആൻ ആയത്തിറക്കിയിട്ടുണ്ട്. എത്രത്തോളം അന്നത്തെ ക്ഷാമമുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയണം. ഭക്ഷണക്ഷാമവും ജലക്ഷാമവും ഒക്കെ അന്ന് എത്രത്തോളം ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കാൻ പോന്ന ഒരു ഉദ്ധരണി തഫ്സീറു തബരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന റജുലൈനി കാനാ യശുഖാനി തംറത ബൈനഹുമാ വകാന അൻ-നഫറു യതനാവലൂന തംറത ബൈനഹും യമുസ്സുഹും ഹാദാ സുമ്മ യശ്റബു അലൈഹാ സുമ്മ യമുസ്സുഹാ ഹാദാ സുമ്മ യശ്റബു അലൈഹാ. രണ്ടാളുകൾ, യാത്ര പോകുന്ന ആളുകൾ, രണ്ടാളുകൾ, കാനാ യശുഖാനി തംറത ബൈനഹുമാ, ഒരു കാരക്ക രണ്ട് ചീന്താക്കി രണ്ട് ഭാഗമാക്കിയിട്ടാ ഭക്ഷിച്ചിരുന്നത്. ഒരു കാരക്ക രണ്ടാൾക്ക് പകുത്തു കൊടുത്തിട്ട് അത് ഭക്ഷിച്ചിരുന്നു. അത്രത്തോളം ഭക്ഷണത്തിന് ക്ഷാമം തീർന്നില്ല.
വകാന നഫറു യതനാവലൂന തംറത ബൈനഹും. ഒരു സംഘം ആളുകൾ പോലും, ഒരു കൂട്ടം ആളുകൾ പോലും ഒരു കാരക്ക വായിലിട്ടുകൊണ്ട് അവരിങ്ങനെ ചവച്ച് കഴിക്കുന്നില്ല. ഏകദേശം ഇങ്ങനെ യമുസ്സുഹും ഹാദാ, ഒരു കാരക്ക വായിലിട്ടിട്ട് ഇങ്ങനെ രുചിക്കുന്നു. രുചിക്കാന്ന് പറഞ്ഞാൽ കടിച്ച് ചവക്കുന്നു എന്നല്ല. നമ്മൾ സാധാരണ പറയില്ലേ, ഈമ്പ, ഇങ്ങനെ ഈമ്പ വായിലിട്ടിട്ട് ഒരല്പം അങ്ങനെ നുണയും. എന്നിട്ട് സുമ്മ യശ്റബു അലൈഹ, എന്നിട്ട് അതിന്റെ മീതെ വെള്ളം കുടിക്കും. സുമ്മ യമുസ്സുഹാ ഹാദാ, അങ്ങനെ ഒരാൾ ഈമ്പി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മറ്റേയാൾക്ക് കൊടുക്കും അതേ കാരക്ക. എന്നിട്ട് അല്പം അയാളൊന്ന് രുചിച്ചു വന്ന് ഈമ്പി സുമ്മ യശ്റബു അലൈഹ, അതിന്റെ പുറത്ത് അയാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഇങ്ങനെ ഒരു സംഘം ആളുകൾ ഒരു കാരക്ക കൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടി വന്നൊരവസ്ഥ. ആരും കഴിക്കുന്നില്ല, എല്ലാവരും ഒന്ന് മധുരം നുണയും അല്പം വെള്ളം കുടിക്കും. ഇങ്ങനത്തെ വറുതിയും ക്ഷാമവും വിഷമവും വിശപ്പും ബുദ്ധിമുട്ടുകളും കൊണ്ട് പൊറുതിമുട്ടി കഠിനമായ ചൂടും. ആരും പുറത്തിറങ്ങാൻ തയ്യാറാവില്ല. എങ്ങനത്തെ സമയത്ത് ആരോ യുദ്ധത്തിന് പോകാൻ പറയുന്നത്? 1-2 കിലോമീറ്ററോ 100 കിലോമീറ്ററല്ല, 778 കിലോമീറ്റർ യാത്ര ചെയ്യണം. എന്താ അന്ന് കാറുണ്ടോ? അതിശീഘ്രം കുതിച്ചുപായുന്ന മറ്റു വാഹനങ്ങളുണ്ടോ? ഇല്ല. കുതിരയും ഒട്ടകങ്ങളുമൊക്കെ. അത് തന്നെ ദുർബലം, വളരെയേറെ പ്രയാസം. ഇനി പോണെന്ന് തോന്നിയവർക്ക് തന്നെ മദീന വിട്ട് പോകാൻ തോന്നാത്ത ഒരു സാഹചര്യം. കാരണം ആകെയുള്ള വിളവെടുപ്പിന്റെ സമയമാണ്. കൃഷിയൊക്കെ വിളഞ്ഞു നിൽക്കുകയാണ്. ഈത്തപ്പഴയും മറ്റുള്ളതൊക്കെ വിളഞ്ഞു നിൽക്കുന്ന നേരമാണ്. അതുകൊണ്ട് ഇവിടം വിട്ടുപോയി തിരിച്ചു വരുമ്പോഴേക്ക് കൃഷിയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ സമയത്ത് കൃഷി വിളവെടുക്കേണ്ട നേരമാണ്. അതുകൊണ്ട് തന്നെ ഉള്ളവർക്ക് തന്നെ പോകാനും തോന്നൂല. ഇങ്ങനെയെല്ലാം ധാരാളക്കണക്കിന് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായ നേരത്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നത്? യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി പറയുന്നത്. മാത്രമല്ല, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവരോടും അതുമാത്രമല്ല യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞു. ഇത്രത്തോളം വരുന്ന ആളുകൾക്ക് യുദ്ധരംഗത്ത് പോയി തിരിച്ചു വരാൻ ആവശ്യമായത് എന്താ അവരുടെ കൈകളിലുള്ളത്? കാരണം നേരെ വരാൻ പോകുന്നത് പോലെ 30,000-ഓളം വരുന്ന സൈന്യമാ പുറപ്പെടുന്നത്. 1-2 ആയിരങ്ങളല്ല, 30,000-ഓളം വരുന്ന സൈന്യമാണ് തബൂക്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്രയാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് മുഴുവനും പറഞ്ഞു, എല്ലാവരും യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് ആരാണോ യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നത് അവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്നും അവിടുന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടിരുന്നു വഹയിന്റെ വെളിച്ചത്തിൽ. അങ്ങനെ ധനികന്മാരെന്നോ ദരിദ്രന്മാരെന്നോ വ്യത്യാസമില്ലാതെ സഹാബത്ത് മുഴുവനും യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നു. ഏറ്റവും അധികം സംഭാവന ചെയ്ത സ്വഹാബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വാക്ക് കേട്ടു. എന്താ കേട്ടത്? മൻ ജഹ്സ ജൈശൽ ഉസ്റതി ഫലഹുൽ ജന്ന. ഈ ഞെരുക്കത്തിന്റെ സൈന്യത്തിനെ ആരെങ്കിലും തയ്യാറെടുത്ത് പറഞ്ഞയച്ചാൽ, ഈ സൈന്യത്തിന് ആവശ്യമായത് ആരെങ്കിലും നൽകിയാൽ ഫലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട്, അയാൾക്ക് സ്വർഗം ഉറപ്പാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറയേണ്ട താമസം ഫജഹ്സഹു ഉസ്മാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉടനെ തയ്യാറായി. സഹീഹുൽ ബുഖാരിയിൽ കാണാം, 30,000-ഓളം വരുന്ന സൈന്യത്തിന് ആവശ്യമാകുന്ന ചെലവിന്റെ നല്ലൊരു ശതമാനം മഹാനവറുകൾ വഹിക്കുകയാണ്. 10,000-ഓളം സ്വർണ്ണ നാണയമാണ് മഹാനവറുകൾ കൊടുത്തത്. 10,000 ദീനാറാണ് കൊടുത്തത്. അന്ന് 10,000 ദീനാർ എന്ന് പറഞ്ഞാൽ 10,000 സ്വർണ്ണ നാണയങ്ങൾ. 300 ഒട്ടകത്തെ സംഭാവന ചെയ്തു. 50 കുതിരയെയും മഹാനവറുകൾ സംഭാവന ചെയ്തു. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കയ്യിലുള്ളത് മുഴുവനും കൊടുക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു പോയി, ഈ യുദ്ധത്തിനെങ്കിലും എനിക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിന്നിലാക്കിയിട്ട് എനിക്ക് ധാരാളം സംഭാവന കൊടുക്കണം. എപ്പോഴും എല്ലാവരും ധാരാളം സംഭാവന കൊടുക്കുമ്പോ ഞാൻ അവരുടെ അത്ര തന്നെ മുന്നോട്ട് എത്താറില്ല. അതുകൊണ്ട് ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ ഏറ്റവും അധികം സംഭാവന കൊടുത്തയാൾ ഞാനാവണം എന്ന് സൽക്കർമ്മങ്ങളിലുള്ള മുന്നേറ്റത്തിന്റെ ആവേശം കാരണത്താൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്.
അങ്ങനെ മഹാനവറുകൾ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ നേർപകുതിയുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, പ്രവാചകരെ, ഇതാ യുദ്ധ ഫണ്ടിലേക്കുള്ള എന്റെ സംഭാവന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമറേ, എന്താണ് നീ വീട്ടിൽ ബാക്കിയാക്കി വെച്ചിട്ടുള്ളത്? ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പകുതി മുതലുണ്ട് നബിയെ, പകുതിയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. മഹാനവറുകളുടെ കയ്യിൽ ഒരു സംഖ്യയുണ്ട്, വലിയ ഒരു സംഖ്യ, 4000-ഓളം ദിർഹമാണെന്നാണ് ചരിത്രം പറയുന്നത്. മഹാനവറുകൾ അത് കൊണ്ടുവന്ന് വെച്ച് നബി തങ്ങളോട് മുമ്പിൽ വെച്ചുകൊണ്ടത് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മാ ബഖീത, അബൂബക്കറെ, നീ എന്താണ് ബാക്കിയാക്കിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ അല്ലാഹനെയും അവന്റെ റസൂലിനെയും മാത്രം ബാക്കിയാക്കിയിട്ടാ വരുന്നത്, മുഴുവൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു നബിയെ എന്നർത്ഥം. ആ സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയാണ്, ഇല്ല ഇല്ല, ഒരിക്കലും അബൂബക്കറിനെ പിറകിലാക്കിയിട്ട് സംഭാവന കൊടുക്കാൻ ഉമറിന് കഴിയില്ല. എല്ലാം കൊടുത്തു, എല്ലാം കൊടുത്തിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സ്വഹാബിമാരൊക്കെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ചും അപ്പുറവും കൊടുത്തിരിക്കുകയാണ്. അതേ, അന്നത്തെ സഹാബ വനിതകളുടെ ചരിത്രത്തിൽ കാണാം, മുഴുവൻ സഹാബിമാരുടെയും വനിതകൾ അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മുഴുവനും റസൂലുള്ളാഹിന്റെ കൊടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു. ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള സഹോദരിമാര്, സഹാബ വനിതകൾ, അവരുടെ ആഭരണങ്ങളും മറ്റുള്ള വസ്തുക്കളുമൊക്കെ യുദ്ധ ഫണ്ടിലേക്ക് സംഭാവനയായി സമർപ്പിക്കുന്നു. ദരിദ്രന്മാരായ സഹാബത്തും ഉള്ളത് കൊടുക്കുന്നു. ആരും ഒഴിവാണില്ല. എല്ലാവരും വളരെയേറെ ആവേശത്തോടുകൂടി എന്താണോ ഓരോരുത്തരും കഴിയാം, അതാണ് സാഹചര്യം. സാഹചര്യത്തിന്റെ സന്ദർഭത്തിന്റെ തേട്ടമനുസരിച്ചുകൊണ്ട് ചെലവഴിക്കണം. എല്ലാവരും ഇവിടെ മാറി നിൽക്കാൻ പാടില്ല. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത് ചെയ്യണം എന്നതാണ്. അങ്ങനെ പ്രയാസമുള്ളൊരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തപ്പോ എല്ലാവരും കൊടുത്തു. ചില സഹാബിമാരൊക്കെ ഒരു സാഴ് കാരക്കയും അര സാഴ് കാരക്കയൊക്കെ കൊണ്ടുവന്നവരുണ്ട്. അതേ ഉള്ളൂ അവരെടുത്ത്, ഒന്നുമില്ലാത്ത പട്ടിണി പാവങ്ങളായ സഹാബത്ത് പോലും അവരുടെ കൈകളിലുള്ളത് മുഴുവനും കൊടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മുനാഫിക്കുകളുടെ നിലപാടെന്താണ്? അവരൊന്നും കൊടുക്കുന്നില്ല. ഒരു കാശും അവർ യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന കൊടുത്തില്ല. മാത്രമല്ല, കൊടുക്കുന്നവരെ പരിഹസിക്കാനും തുടങ്ങി. അതാണല്ലോ എന്നും മുനാഫിക്കിന്റെ സ്വഭാവം. മുനാഫിക്ക് ഒരു നല്ല കാര്യം ചെയ്യൂല, ചെയ്യുന്നവനെ പിന്തിരിപ്പിക്കാനും നോക്കും, ചെയ്യുന്നവനെ പരിഹസിക്കാനും നോക്കും. ഇതാണല്ലോ മുനാഫിക്ക് എന്ന് പറയുന്നത്. നമ്മളേത് ഗണത്തിലാ പെടുന്നതെന്ന് തബൂക്ക് യുദ്ധത്തിന്റെ ചരിത്രം പഠിക്കുമ്പോ മനസ്സിലാക്കണം. അതേ, മുനാഫിക്കീങ്ങളായ ആളുകൾ സമരത്തിനു വേണ്ടി ധാരാളക്കണക്കിന് സംഭാവന കൊടുത്തവരെയും വിട്ടില്ല. ഉള്ളത് കൊടുക്കണ്ടേ എന്ന നിലക്ക് ചെറിയ സംഭാവനകളുമായി ചെന്നവരെയും മുനാഫിക്ക് വിട്ടില്ല. രണ്ടു കൂട്ടരെയും മുനാഫിക്ക് നാവ് കൊണ്ട് ദ്രോഹിച്ചു. പരിശുദ്ധ ഖുർആൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ് സദഖാത്ത് വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹദഹും ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന. ഈ ആയത്തിറങ്ങാൻ എന്താ കാരണം? അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, യുദ്ധരംഗത്തിലേക്ക്, യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ കുന്നാ നതഹാമലു അലാ ദുഹൂരിനാ, സഹാബത്ത് പറയാണ്, ഞങ്ങളുടെ പുറത്ത് ചുമടേറ്റാൻ തുടങ്ങി. സഹീഹുൽ ബുഖാരിയിലുള്ള സംഭവമാണ്. സഹാബത്ത് പറയാണ്, സംഭാവന വല്ലതും കൊടുക്കണമല്ലോ, യുദ്ധരംഗത്തേക്ക് അള്ളാന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് വല്ലതും കൊടുക്കണമല്ലോ. കൊടുക്കാൻ ആഗ്രഹമുണ്ട്, കയ്യിലൊന്നുമില്ല. കൂലിപ്പണിക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതേ, പുറത്ത് ചുമടേറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ചുമടേറ്റിയിട്ട് കിട്ടിയിട്ടുള്ള ആ കൂലിയുമായി കൊണ്ട് ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വരികയാണ്. അങ്ങനെ കിട്ടിയവര് അവരുടെ കൈകളിലുള്ളതൊക്കെ സംഭാവന ചെയ്യുന്നു.
അങ്ങനെ ആ സമയത്ത് ഒരാൾ ധാരാളം മുതൽ കൊണ്ടുവന്ന് സംഭാവന ചെയ്തപ്പോൾ കണ്ടു നിൽക്കുന്ന മുനാഫിക്ക് ഒന്നും കൊടുക്കുന്നില്ല, ഒരു ചില്ലിക്കാശും കൊടുത്തില്ലെന്ന് മാത്രമല്ല, ധാരാളം സംഭാവന കൊടുത്തവരെ പറ്റി മുനാഫിക്ക് പറഞ്ഞു, മുറാഇ, ആളെ കാണിക്കാനായി ഇയാള് കൊടുക്കുന്നത്. ധാരാളം കൊടുത്തവരെ പറ്റി എന്ത് പറഞ്ഞു? ഉണ്ടോ, ഓനൊന്നും ഇഖ്ലാസ് ഇല്ല, അതൊക്കെ ആളെ കാണിക്കാനേ, പേര് കിട്ടാനേ. ഇന്നുണ്ട് അങ്ങനെ കുറെ ആളുകൾ. നല്ല മാർഗത്തിലേക്ക് ആരെങ്കിലും വലിയ സംഭാവന കൊടുത്താ പറയും ഇവനേതായാലും കൊടുക്കൂല. കൊടുക്കുന്നവനെ പറ്റി പറയും എന്താ അവനെന്താ കൊടുത്തൂടെ, എന്റെ കയ്യിൽ ഇഷ്ടം പോലല്ലേ, നീ അവന് കൊടുക്കുന്നത് തന്നെ അവന് വല്ല കൂലിയും കിട്ടോ, നാട്ടുകാരെ കാണിക്കാനല്ലേ, ആളുകളെ പ്രീതിപ്പെടുത്താനല്ലേ, പേര് കിട്ടാനല്ലേ എന്നൊക്കെ പറയും ചെയ്യും. ഇവനൊന്നും ചെയ്യൂല, ചെയ്യുന്നവരെ കുറ്റവും പറയും. മുനാഫിക്കിന്റെ സ്വഭാവമാണത്. അതേ സമര ഫണ്ടിലേക്ക് ധാരാളക്കണക്കിന് സംഭാവന കൊടുത്ത മനുഷ്യനെ പറ്റി മുനാഫിക്ക് പറഞ്ഞു, മുറാഇ, അയാൾ ആളെ കാണിക്കാൻ പേര് കിട്ടാൻ കൊടുക്കുകയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യനതാ ചുമടെടുത്ത് കിട്ടിയ കൂലിയിൽ നിന്ന് അതെ ഒരു സാഴ് കാരക്ക അയാൾ വാങ്ങിയിരിക്കുന്നു. ആ ഒരു സാഴ്, ഒരു കോരൽ, 2 കോരൽ കാരക്ക. അതെ, ആ 2 കോരൽ കാരക്കയുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചിട്ട് പറയുന്നു, ഓ നബിയേ, എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, ഇതങ്ങ് സ്വീകരിക്കണം സന്തോഷത്തോടെ എന്ന് പറഞ്ഞ് യുദ്ധ ഫണ്ടിലേക്ക് ഒരു സാഴ് കാരക്ക സംഭാവന ചെയ്ത മനുഷ്യനെ കണ്ടപ്പോൾ മുനാഫിക്ക് പറയാൻ തുടങ്ങി, ഇന്നല്ലാഹ ലഗനിയുൻ അൻ സാഴി ഹാദാ, ഇവന്റെയൊക്കെ ഒരു സാഴ് കാരക്ക ആർക്ക് വേണം? ഇവന്റെയൊക്കെ ഒരു സാഴ് കാരക്ക പടച്ചോൻ ആവശ്യമുണ്ടോ? അല്ലാഹ് അതിൽ നിന്നൊക്കെ നിരാശ്രയനാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ചെറിയ സംഭാവനകളുമായി വന്നിട്ടുള്ള പാവങ്ങളെയും മുനാഫിക്ക് വിട്ടില്ല. ആ സന്ദർഭത്തിൽ ഇദാ ഫനസലത്ത് ആയത്തിറങ്ങുകയാണ്. അല്ലാഹു ആയത്തിറങ്ങുന്നു, മുനാഫിക്കിനെ ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറങ്ങാണ്. അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാത്ത്, സത്യവിശ്വാസികളിൽ നിന്ന് വളരെയേറെ സ്വമേധയാ അവരുടെ തൃപ്തിയോടുകൂടി സ്വതക്ക കൊടുത്തിട്ടുള്ള ആളുകളെ കുത്തിപ്പറയുന്ന മുനാഫിഖ്. വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹദഹും, വളരെ ബുദ്ധിമുട്ടി ക്ലേശം സഹിച്ചു പ്രയാസപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ചെറിയ തുക സംഭാവന ചെയ്തപ്പോൾ ആ വ്യക്തിയെയും പരിഹസിക്കുന്ന മുനാഫിഖ്. ഫയസ്ഖറൂന മിൻഹും, അവരിതാ ഈ ആളുകളെയൊക്കെ കളിയാക്കുകയാണ്. സഖിറല്ലാഹു മിൻഹും, അല്ലാഹ് അവരെയും പരിഹസിക്കുന്നു. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഇങ്ങനെ ധർമ്മം ചെയ്ത മുസ്ലിമീങ്ങളെ ആളെ കാണിക്കാൻ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇവന്റെ 2 മുക്കാലൊക്കെ ആർക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ഒന്നും കൊടുക്കൂല, കൊടുക്കുന്നവനെ വിടുകയുമില്ല എന്ന രൂപത്തിൽ എന്നും നന്മ മുടക്കികളായി നിൽക്കുന്ന, അങ്ങനെയുണ്ട് എന്നും കുറെ ആളുകൾ. ഒരു നന്മക്കോ ഒരു സഹകരിക്കൂല, ചെയ്യുന്നവനെ മുഴുവൻ കുറ്റപ്പെടുത്തും. അങ്ങനെ സർവ്വ നന്മകളുടെയും മുടക്കികളായിരിക്കും അവർ, പരിഹസിക്കുന്നവരായിരിക്കും അവർ, കുത്തുവാക്ക് പറയുന്നവരായിരിക്കും. അവരെ പറ്റി അല്ലാഹ് പറഞ്ഞു, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഇതൊക്കെ സൂറത്തു തൗബയുടെ ഏതാണ്ട് മിക്ക ആയത്തുകളും സഹോദരന്മാരെ നമ്മൾ പഠിക്കണം. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്. മുനാഫിഖിന്റെ തൊലി ഉരിച്ചിട്ടുള്ള അധ്യായമാണ് സൂറത്തു തൗബ. മുനാഫിക്കുകളുടെ ഓരോ സ്വഭാവവും ഇങ്ങനെ തൊലി ഉരിച്ച് കാണിക്കുന്നുണ്ട്. ഈ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഈ ധിക്കാരികളായ മുനാഫിക്കുകളെ കുറിച്ച് ഗൗരവത്തോടെ അല്ലാഹ് സംസാരിക്കുകയാണ്. ആ ആയത്തിന്റെ തുടർച്ച എന്താ? ഇത്തരത്തിലുള്ള ഈ മുനാഫിക്കുകൾ, ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. ഇസ്തഗ്ഫിർ ലഹും, നബിയേ നിങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചോളൂ. ഔ ലാ തസ്തഗ്ഫിർ ലഹും, ഇനി അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാതിരുന്നോളൂ. അവർക്ക് വേണ്ടി ഈ മുനാഫിക്കുകൾ ഇത്തരത്തിലുള്ള ദ്രോഹം കാണിക്കുന്ന, നാവുകൊണ്ട് മറ്റുള്ളവരെ നന്മ ചെയ്യുന്നവരെ പരിഹസിക്കുന്ന, ദ്രോഹിക്കുന്ന, കുത്തിപ്പറയുന്ന, നന്മയുടെ മാർഗത്തിൽ വഴിമുടക്കികളായി നിൽക്കുന്ന ഈ മുനാഫിക്കുകളില്ലേ, അവർക്ക് പൊറുക്കണേ അല്ലാ എന്ന് നബിയെ നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സമമാണ്. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ,
70 തവണ റബ്ബേ നീ അവർക്ക് പൊറുക്ക്, നീ അവരോട് പൊറുക്ക് റബ്ബേ എന്ന് ഈ ആളുകൾക്ക് വേണ്ടി നബിയേ നിങ്ങൾ പൊറുക്കലിനെ തേടിയാലും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹ് അവരോട് പൊറുക്കൂല, അല്ലാഹ് അവർക്ക് പൊറുത്തു കൊടുക്കൂല. അല്ലാഹ് പറയണേ നബിയെ നിങ്ങൾ ഈ ആളുകൾക്ക് വേണ്ടി പൊറുത്തു കൊടുക്കല്ല എന്ന് എന്നോട് 70 തവണ പറഞ്ഞാലും, ആ 70 എന്നതൊരു കൃത്യം എണ്ണം പറഞ്ഞതല്ല. നമ്മൾ പറയല്ലേ 100 വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ? 101ാമത്തെ വട്ടം പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെന്താ ഒരിക്കലും കേൾക്കൂല എന്നുള്ള അർത്ഥത്തിലാണ്. ഇതുപോലെ അല്ലാഹ് പറയുകയാണ് നബിതങ്ങളോട്, നീ അവർക്ക് വേണ്ടി ഒരു 70 തവണ പാപമോചനത്തിന് തേടിയാലും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അവർക്ക് അല്ലാഹ് പൊറുക്കൂല. ദാലിക, എന്താ കാരണം? അത് ബി അന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, അവരെ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിക്കാതെ മനസ്സിൽ കുഫർ ഒളിപ്പിച്ച് വെച്ച് പുറമേക്ക് ഈമാനും ഇസ്ലാമും പുറത്തേക്ക് കാണിച്ചുകൊണ്ട് നടക്കുന്ന മുനാഫിക്കുകളാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തെമ്മാടികളായ ജനതക്ക് അല്ലാഹ് വഴി കാണിക്കുന്നതല്ല. അപ്പൊ ഇവരെ പറ്റി അല്ലാഹ് എന്തൊക്കെ പറഞ്ഞത്? അവര് അല്ലാഹുവിൽ കാഫിറുകളാണ്, റസൂലുള്ളാഹിൽ അവിശ്വസിച്ച കാഫിറുകളാണ്, ഫാസിഖീങ്ങളാണ്, അവർ തെമ്മാടികളാണ്, തോന്നിവാസികളാണ്. എന്തേ കാരണം? നന്മക്ക് വേണ്ടി മുന്നേറുന്ന വിശ്വാസികളെ മുഴുവൻ എന്തു ചെയ്തു? പരിഹസിച്ചു. തബൂക്ക് യുദ്ധത്തിൽ ആഹ്വാനമുണ്ടായപ്പോ ചെലവഴിക്കാൻ മുന്നോട്ട് വന്നവരെയൊക്കെ ഇവര് പിന്തിരിപ്പിച്ചു, ചെലവഴിക്കുന്നവരെയൊക്കെ പരിഹസിച്ചു. അതുകൊണ്ട് മുനാഫിക്ക് അടങ്ങിയിരുന്നോ? അടങ്ങിയിരുന്നില്ല. മുനാഫിക്ക് ചെയ്ത രണ്ടാമത്തെ പണി എന്താ? യുദ്ധത്തിന് ചെലവഴിക്കാൻ പറഞ്ഞിടത്ത് ഇങ്ങനെയാണ് മുനാഫിക്കിന്റെ സ്വഭാവമെങ്കിൽ, ഇനി പുറപ്പെടാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചപ്പോൾ മുനാഫിക്കിന്റെ സ്വഭാവം എന്തായിരുന്നു? അവര് പോകാൻ തയ്യാറില്ല, പോകുന്നവരെ മുടക്കാനും ശ്രമമായി. അതാ അടുത്ത പരിപാടി. യുദ്ധത്തിന് പോകാൻ വേണ്ടി കുറെ ആളുകൾ നിൽക്കുകയാണ്. അപ്പൊ അവരെങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച്, ഏണ്ടൊന്നും പോണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്താ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ, ഈ സമയത്തൊക്കെ ഇവിടുന്ന് പോയാൽ എന്താകും പ്രശ്നം, എന്താ ചൂട് എന്നൊക്കെ പറഞ്ഞ് അവര് വളരെ സന്തോഷത്തിൽ അവരിങ്ങനെ പല രൂപത്തിലുള്ള കുതന്ത്രങ്ങളും കുത്തിത്തിരിപ്പുകളും നടത്തുകയാണ് മദീനയിൽ. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് വിമർശിച്ചുകൊണ്ട് പറയുന്നു. സൂറത്തു തൗബ 81, 82 ആയത്തുകളിൽ കാണാം, ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ് وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون. സൂറത്തു തൗബ 81, 82 ആയത്തുകൾ. എന്താ അല്ലാഹ് പറയുന്നത്? ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് എതിരായിക്കൊണ്ട് യുദ്ധത്തിന് പോകാതെ വീടുകളിൽ ചടഞ്ഞുകൂടിയവര് വല്ലാത്ത സന്തോഷത്തിലാണ്. യുദ്ധത്തിന് പുറപ്പെടാത്ത മുനാഫിക്ക് ഉള്ളുകൊണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അവൻ എന്താ സന്തോഷം, കുറെ പൊട്ടന്മാര് പോയിരിക്കുന്നു, ഞങ്ങള് വലിയ വിദ്വാൻമാര് ബുദ്ധിജീവികള് പോയില്ല. വകരിഹു, അവര് വെറുക്കുന്നു, അയ്യുജാഹിദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിച്ചുകൊണ്ടും ദേഹം പോയിക്കൊണ്ടുമൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ദേഹം കൊണ്ടും ധനം കൊണ്ടും സമരം ചെയ്യുന്നത് അവർക്ക് വെറുപ്പാണ്. വഖാലു, അവര് പറയുകയും ചെയ്തു ആളുകളോടൊക്കെ, മദീനയിലുള്ള ആളുകളോടൊക്കെ മുനാഫിക്കീങ്ങൾ നടന്നു പറയാൻ തുടങ്ങി, ലാ തൻഫിറൂ ഫിൽ ഹർ, ഇത്തരം ചൂടുള്ള സമയത്ത് നിങ്ങൾ പുറത്തു പോകല്ല. ഇങ്ങനെ ഉഷ്ണമുള്ള നേരത്ത് 1778 കിലോമീറ്റർ താണ്ടിയിട്ടൊരു യാത്ര ചെയ്യുകയോ, ഒരിക്കലും അതിന് പോകണ്ട എന്ന് പറഞ്ഞ് യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുന്ന വിശ്വാസികളെപ്പോലും പിന്തിരിപ്പിക്കാനാണ് മുനാഫിക്കുകൾ പരിശ്രമം നടത്തിയത്. ചരിത്രത്തിൽ കാണാം, ഒരു യഹൂദിയുടെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ ഗൂഢാലോചന നടത്തിയെന്നാണ്. വിശ്വാസികളെയൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂൽ അത് മണത്തറിഞ്ഞു. ഒരു കേന്ദ്രത്തിൽ വെച്ച് ഈ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് മണത്തറിഞ്ഞു. സഹാബിമാരെ വിട്ടയച്ച ആ വീടടക്കം ചുട്ടാണ് കൊന്നു. ആ വീട് കത്തിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട് കത്തിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. തീർന്നില്ല, എന്നിട്ട് മുനാഫിക്ക് നിർത്തിയില്ല. ഇങ്ങനെ ഏറ്റവും വലിയ ചൂടാണ്, പ്രതികൂല സാഹചര്യമാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്നവരൊക്കെ മുനാഫിക്ക് മുടക്കുകയാണ്.
അതിനല്ല മറുപടി കൊടുക്കുന്നു, ഖുൽ നബിയേ പറയൂ, നാറു ജഹന്നമ അശദ്ദു ഹർറാ, ചൂടാണ് ഉഷ്ണമാണെന്നല്ലേ പുറപ്പെടാതിരിക്കാൻ കാരണം പറയുന്നത്. പറയൂ നബിയേ അവരോട്, നാറു ജഹന്നമ അശദ്ദു ഹർറാ, ജഹന്നമിന്റെ ചൂടാണ് ഏറ്റവും കഠിനമായ ചൂട്. ഈ പണി ചെയ്യുന്ന നിങ്ങൾക്ക് കിട്ടാനുള്ളത് ജഹന്നമാണ്. ആ ജഹന്നമിന്റെ തീയുടെ ചൂട് നിങ്ങൾക്ക് സഹിക്കാനാകുമോ? ദുനിയാവിലെ തീയുടെ 69 ഇരട്ടി കൂടി ചേർന്നതാണ് നരകത്തിലെ തീയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ദുനിയാവിലെ തീ 70 ഇരട്ടിയിൽ നിന്ന് ഒരു ഭാഗത്തിന്റെ ചൂട് മാത്രമാണ് ദുനിയാവിൽ അനുഭവിക്കുന്ന തീ. അതാണ് ഇവിടത്തെ കാരിരുമ്പിനെ പോലും വെള്ളമാക്കി ഒലിപ്പിക്കുന്ന അത്ര സെന്റിഗ്രേഡിൽ തിളപ്പിക്കുന്ന അത്ര ശക്തമായ നിലക്കുള്ള ചൂടുള്ള ദുനിയാവിലെ തീ പോലും അതിന്റെ 69 ഇരട്ടി കൂടി ചേർന്നതാണ് നരകത്തിലെ തീ എന്ന് വരുമ്പോൾ അല്ലാഹു തആലയുടെ വാക്കെന്താണ്? നബിയെ, ചൂട് കാരണത്താ പുറത്തിറങ്ങൂല, ഉഷ്ണമാണ്, ഇപ്പൊ യുദ്ധത്തിന് പോകാൻ കഴിയൂലെന്ന് പറഞ്ഞ് വീട്ടിന്റെ അകത്തിരുന്ന് സന്തോഷിച്ച് ചിരിക്കുന്ന മുനാഫിക്കിനോട് പറഞ്ഞേക്ക്, നാറു ജഹന്നമ, ജഹന്നമിന്റെ തീയാണ്, അശദ്ദു ഹർറാ, ചൂടിൽ ഏറ്റവും കഠിനമായത് ജഹന്നമിന്റെ തീയാണ്. ലൗകാനൂ യഫ്ഖഹൂൻ, അവരൊന്ന് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ. അത് മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ ഇവരിങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ചിരിക്കണ്ട മുനാഫിക്കേ. നന്മയുടെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞിട്ട് ആരും അറിയില്ലെന്ന നിലക്ക് ഉള്ളിൽ ചിരിച്ചുകൊണ്ടിരിക്കേണ്ട മുനാഫിക്കേ, ഫൽയദ്ഹകൂ ഖലീലാ, വളരെ കുറച്ച് മാത്രം അവർ ചിരിക്കട്ടെ. വൽയബ്കൂ കസീറാ, ധാരാളം ധാരാളം അവരെ കരയുകയാണ് വേണ്ടത്. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, അവരീ ചെയ്ത നിമിത്തം അതിന്റെ പ്രതിഫലമായി അവർ കരയുകയാണ് വേണ്ടത്, ചിരിക്കുകയല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കുകയാണ്. ഇങ്ങനെ മുനാഫിക്കുകൾ അവർ പോകാതിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിക്കിന്റെ നേതാവിന്റെ നേതൃത്വത്തിൽ ധാരാളം മുനാഫിക്കുകൾ മദീനയിൽ തന്നെ തങ്ങി പോയില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള ഓരോ സന്ദർഭങ്ങളിലുള്ള ആയത്തുകളെയും നമ്മുടെ കൂടി ജീവിതത്തിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ദൃഢവൽക്കരിക്കുവാനും നിഫാഖ് വരാതെ നോക്കുവാനും കുഫറിൽ അകപ്പെടാതെ സൂക്ഷിക്കുവാനും ശിർക്കിൽ അകപ്പെടാതെ സൂക്ഷിക്കുവാനും നാം എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകളെ അനുധാവനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹത്തിനിരയായി തീരുന്ന, അർഹരായി തീരുന്ന നല്ലവരിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മറഞ്ഞുപോയിട്ടുള്ള, മരണപ്പെട്ടു പോയിട്ടുള്ള സഹോദരീ സഹോദരങ്ങൾക്ക് അള്ളാഹു പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا إنك أنت الغفور الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.